ക്രിസ്തുവിൽ വാത്സല്യമുള്ളവരെ, ആണ്ടുവട്ടം 25-ാം ഞായർ, ലൂക്ക സുവിശേഷം 16-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ആണ് നമ്മുടെ വിചിന്തനത്തിനായി നൽകപ്പെടുന്നത്. ഈ വചനഭാഗത്തിൻ്റെ ഒരു ലഘുവ്യാഖ്യാനം നൽകുകയാണ്. അവിശ്വസ്തനായ കാര്യസ്ഥന്റെ ഉപമയാണ് ഇന്നത്തെ വചനഭാഗം. ആരാണ് കാര്യസ്ഥൻ? ഒരു കാര്യസ്ഥൻ യജമാനന്റെ സ്വത്തിൻ്റെയോ വീടിൻ്റെയോ ചുമതലയുള്ള ഒരു മുഖ്യ അടിമയാണ്. ഉൽപ്പത്തി 43-ാം അധ്യായം 16-ാം വാക്യം ഉദാഹരണമായി കാണുക. പോത്തിഫറിന്റെ വീട്ടിലെ കാര്യവിചാരകനായിരുന്നു ജോസഫ്. ഉൽപ്പത്തി 39:4-5 വാക്യങ്ങൾ. പഴയ നിയമത്തിൽ ഭൂമി കർത്താവിന്റെ ഭവനമാണ്. സങ്കീർത്തനം 24:1. മോശ ദൈവത്തിന്റെ കാര്യസ്ഥനാണ്. സംഖ്യ 12:7. യേശുവിന്റെ ഉപമകളിൽ കാര്യസ്ഥന്മാർ അവർക്ക് നൽകിയിരുന്ന താലന്തുകളെ ശരിയായി നിക്ഷേപിക്കേണ്ടവരാണ്. മത്തായി 25:14-30. അവർ വിശ്വസ്തരായിരിക്കുമ്പോൾ അവർക്ക് കൂടുതൽ വലിയ ഉത്തരവാദിത്വങ്ങൾ നൽകപ്പെടുന്നു. അതുകൊണ്ടാണ് ഒരു കാര്യസ്ഥൻ വിശ്വസ്തനും വിവേകിയുമായിരിക്കണം എന്ന് പറയുന്നത്. ഈ ഇന്നത്തെ ഉപമയിലെ കാര്യസ്ഥൻ താൽക്കാലികമായി സ്ഥലമില്ലാത്ത ഒരു സമ്പന്ന യജമാനന്റെ മാനേജരാണ്. യജമാനൻ അകലെയാണ്. അതുകൊണ്ട് എല്ലാ ഔദ്യോഗിക ഇടപാടുകളും യജമാനു വേണ്ടി നിർവഹിക്കുവാൻ ചുമതല ലഭിച്ചവനാണ് കഥയിലെ കാര്യസ്ഥൻ. യജമാനന്റെ വസ്തുവകകൾ, തോട്ടം എന്നിവ മറ്റുള്ളവർക്ക് പാട്ടത്തിന് കൊടുക്കുമ്പോൾ അവയ്ക്കുള്ള കമ്മീഷനും പലിശയുമൊക്കെ നിശ്ചയിക്കുന്നത് കാര്യസ്ഥനാണ്. പക്ഷേ കാര്യസ്ഥൻ യജമാനന്റെ മുൻപിൽ അവിശ്വസ്തനായി തീരുന്നു. യജമാനന്റെ അസാന്നിധ്യത്തിൽ യജമാനൻ ദൂരെ ആയിരിക്കുമ്പോൾ അവൻ ധന ദുർവിനിയോഗം നടത്തിയതുകൊണ്ടാണ് അവൻ അവിശ്വസ്തനാകുന്നത്. ഉപമയുടെ ഈ വിവരണ പശ്ചാത്തലത്തിൽ കാര്യസ്ഥനെതിരെയുള്ള ആരോപണം, അതായത് ധന ദുർവിനിയോഗം, ധൂർത്തപുത്രൻ്റേതു പോലുള്ള പ്രവൃത്തിയാണ്. അതുകൊണ്ട് യജമാനൻ അവനെ കാര്യസ്ഥ സ്ഥാനത്തു നിന്ന് പിരിച്ചുവിടാൻ തീരുമാനം എടുക്കുന്നു. താൻ കാര്യസ്ഥ സ്ഥാനത്തു നിന്ന് പുറത്താക്കുമെന്ന് അല്ലെങ്കിൽ തന്നെ പുറത്താക്കുമെന്ന് അറിയുന്ന അവൻ ഒരു ആന്തരിക സംഭാഷണത്തിൽ ഏർപ്പെടുകയാണ്. ധനികനായ ഭോഷന്റെയും ധൂർത്തപുത്രന്റെയും ഉപമകളിലും ആത്മസംഭാഷണം കാണാൻ കഴിയുന്നത് പോലെ ഇവിടെയും അത് സംഭവിക്കുകയാണ്. ധനികനായ ഭോഷനെ പോലെ കാര്യസ്ഥൻ സ്വയം ചോദിക്കുന്നു, ഞാൻ എന്തു ചെയ്യും? ദുരിതത്തിലായ കാര്യസ്ഥൻ 2 സാധ്യതകൾ ചിന്തിക്കുകയാണ്. ഒന്ന്, കിളയ്ക്കുക, അതായത് ശാരീരിക അധ്വാനം. പക്ഷെ അവൻ അതിന് ശക്തിയില്ല. 2, ഭിക്ഷയാചിക്കുക. എന്നാൽ അപ്രകാരം ചെയ്യാൻ അവന് ലജ്ജയാണ്. പകരം തൻ്റെ യജമാനൻ കാര്യസ്ഥ സ്ഥാനത്തു നിന്നും പിരിച്ചുവിട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ഭവനത്തിൽ അവന് സ്വീകാര്യത ലഭിക്കേണ്ടതിന് അവൻ ഒരു ബദൽ സംവിധാനം കണ്ടെത്തിയെന്ന് അവൻ്റെ ആത്മസംഭാഷണം ശ്രോതാക്കളെ ഓർമ്മിപ്പിക്കുകയാണ്. എന്താണ് അവൻ ആത്മഗതം ചെയ്ത ബദൽ സംവിധാനം? കാര്യസ്ഥൻ തൻ്റെ യജമാനന്റെ കടക്കാരെ വിളിക്കുന്നു. ഓരോരുത്തരുടെയും കടം നടപടിക്രമങ്ങളൊന്നുമില്ലാതെ അഥവാ കുറുക്കു വഴിയിലൂടെ കുറച്ചെഴുതി കൊടുക്കുക എന്നതാണ് അവൻ ചെയ്യുന്നത്. കഥയിൽ നിന്ന് നാം അനുമാനിക്കുന്ന പ്രകാരം യജമാനൻ തൻ്റെ ഭൂമി പാട്ടത്തിന് നൽകിയത് പാട്ടക്കാരൻ ധാന്യമോ എണ്ണയോ സ്ഥിരമായി പ്രതിഫലം നൽകണമെന്ന് സമ്മതിച്ചതിനാലാണ്. എന്നാൽ കാര്യസ്ഥൻ ഏകപക്ഷികമായി 100 അളവ് എണ്ണ 50-ആയും 100 അളവ് ഗോതമ്പ് 50-ആയും ചുരുക്കുന്നു. പാട്ടക്കാർ നൽകേണ്ട എണ്ണയുടെയും ധാന്യത്തിന്റെയും അളവുകൾ യജമാനന്റെ ധനത്തിന്റെ പെരുപ്പം എടുത്തു കാട്ടുകയാണ്. ആദ്യ കടക്കാരൻ നൽകാനുള്ളത് 100 ബത്ത് എണ്ണയാണ്. ഒരു ബത്ത് 34 ലിറ്ററാണ്. എങ്കിൽ ആദ്യ കടക്കാരൻ നൽകാനുള്ളത് 3400 ലിറ്റർ ഒലിവ് എണ്ണയാണ്.
രണ്ടാമത്തവൻ നൽകേണ്ടത് 100 കോർ ഗോതമ്പ്. ഒരു കോർ 12 നാഴിയാണ്, അതായത് 1200 നാഴി ഗോതമ്പ്. ഇതിൽ നിന്നും ശ്രോതാക്കൾക്ക് മനസ്സിലാകുന്നത് ധനികനായ ഭൂ ഉടമസ്ഥനും അവന്റെ കടക്കാരും വലിയ വാണിജ്യ താല്പര്യങ്ങളിലാണ് ഇടപാടുകൾ നടത്തുന്നത് എന്നാണ്. കുടുംബങ്ങൾ തമ്മിലുള്ള ഇടപാടുകൾ പോലെ അല്ല ഇത്. കാര്യസ്ഥന്റെ ഈ പ്രവൃത്തിയെ യേശു പ്രശംസിക്കുന്നു. ആദ്യത്തെ കരാറ് പ്രകാരം നൽകേണ്ട പ്രതിഫലം, അതായത് പലിശ കുറച്ച് പുതിയ കരാറുണ്ടാക്കിയ കാര്യസ്ഥൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വിവേകപൂർവ്വം പെരുമാറിയതിനാലാണ് അവന് പ്രശംസ ലഭിക്കുന്നത്. കണക്കുകളിൽ കാപട്യം കാണിച്ചതിനല്ല പ്രശംസ. ഒരു പ്രത്യേക സാഹചര്യം ബുദ്ധിപൂർവ്വം പരിഗണിച്ചു തൻ്റെ ഭാവി സുരക്ഷിതമാക്കുവാൻ കാര്യസ്ഥൻ വിവേകത്തോടും നിശ്ചയദാർഢ്യത്തോടും കൂടെ പെരുമാറി എന്നതിനാണ് പ്രശംസ. ഒരു ഗുരുതരാവസ്ഥയിൽ അയാളുടെ പെരുമാറ്റം നിർണായകമായിരുന്നു. കാര്യസ്ഥന്റെ ഈ വിവേകമാണ് ശിഷ്യർ അനുകരിക്കേണ്ടത്. ജീവിതത്തിലെ പ്രതിസന്ധികൾ എങ്ങനെ നേരിടണമെന്ന് പഠിച്ച ഈ യുഗത്തിന്റെ മക്കളുടെ പ്രതിനിധിയാണ് കാര്യസ്ഥൻ. അവൻ തന്ത്രപൂർവ്വം പ്രതികരിക്കുന്നു. ഇതിൽ നിന്നും വ്യത്യസ്തമാണ് വെളിച്ചത്തിന്റെ മക്കൾ, ക്രിസ്തു ശിഷ്യർ. ക്രിസ്തു ശിഷ്യർ ഭൗതിക വസ്തുക്കളെ, അതായത് മാമോനെ, ബുദ്ധിയോടും വിവേകത്തോടും കൂടെ വിനിയോഗിക്കണം. അവർ ഭൗതിക വസ്തുക്കളുടെ സുഹൃത്തുക്കളാകരുത്, മറിച്ച് സ്വർഗപ്രാപ്തിക്ക് സഹായിക്കുന്ന സുഹൃത്തുക്കളെ സമ്പാദിക്കാൻ ഭൗതിക സമ്പത്ത് ഉപയോഗിക്കണം. ഇന്നത്തെ വചനഭാഗത്തെ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും ലൂക്കായുടെ ദൃഷ്ടിയിൽ ദാനധർമ്മമാണ് വിവേകപൂർവമായ ധനവിനിയോഗം. പാവപ്പെട്ടവരെ കുറിച്ചുള്ള ചിന്തയില്ലാതെ നേടുന്നതെല്ലാം അധാർമിക സമ്പത്താണ്. എന്നാൽ ദരിദ്രരുമായി സമ്പത്ത് പങ്കിടുമ്പോൾ അത് നിത്യപ്രാപ്തിക്ക് നിദാനമായി തീരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ സമ്പത്തിന്റെ ഉടമയും ദാതാവും ദൈവമാണ്. നമുക്കുള്ളതെല്ലാം ദൈവത്തിന്റെ വകയാണ്. നാം കാര്യസ്ഥർ മാത്രമാണ്. ദൈവത്തിൽ നിന്ന് ലഭിച്ചത് മറ്റുള്ളവർക്ക് കൈമാറുന്ന കാര്യസ്ഥർ. ദൈവം നമ്മെ വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുന്ന ധനം പങ്കുവയ്ക്കുവാനുള്ളതാണ്. സൽകൃത്യങ്ങൾക്ക് വേണ്ടിയാകണം നാം ഈ പണം വിനിയോഗിക്കുന്നതെങ്കിൽ അത് നമുക്ക് ഉറ്റമിത്രങ്ങളെ നേടിത്തരും. മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനാണ് നാം ധനം ഉപയോഗിക്കുന്നതെങ്കിൽ അത് സ്വർഗീയ സമ്പത്ത് എന്ന അമൂല്യ നിധിയായി മാറും. കൂടുതൽ സമ്പത്ത് എന്നതിനേക്കാൾ കൂടുതൽ സുഹൃത്തുക്കൾ നമുക്കുണ്ടാകട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.